പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഒരു പുതിയ പ്രഭാതവും പുതിയ മാസവും നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറഞ്ഞു. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം തൊഴിലിൻ്റെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഏത് തൊഴിലും ശ്രേഷ്ഠനുള്ളതാണെന്നും സമൂഹത്തിൽ ഓരോ തൊഴിലിനും മാന്യതയുണ്ടെന്നും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും കൂട്ടായ്മയ്ക്കും ഓരോരുത്തരെയും ലളിതമായ തൊഴിൽ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പുച്ഛിച്ച് ചെല്ലുന്ന തൊഴിലുകൾ ആവശ്യമാണെന്ന് നമ്മെ ഇന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ആശാരിയാണെങ്കിലും കല്ലുമേശ്ശരിയാണെങ്കിലും ഓട വൃത്തിയാക്കുന്നവനാണെങ്കിലും ചെറിയ ചെറിയ മീനിയൽ ജോബുകൾ ചെയ്യുന്നവരായാലും അടുക്കള ജോലികൾ ചെയ്താലും പ്രധാനമന്ത്രിയായാലും പട്ടാളക്കാരനായാലും എല്ലാം ഒരു സമൂഹത്തിന് ആവശ്യമാണെന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, പലപ്പോഴും തൊഴിലിൻ്റെ മാഹാത്മ്യമോ തൊഴിൽ ചെയ്യുന്നവരുടെ നന്മയോ കാണാതെ പോയ അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. തച്ചൻ്റെ മകനല്ലേ ഇവൻ എന്ന് പറയുമ്പോൾ തൊഴിലിന് വളരെ കുറച്ച് വില മാത്രം കൊടുത്ത് കണ്ട ഒരു ജനസമൂഹത്തെയാണ് കാണുക. ഓരോ തൊഴിലിനും അതിൻ്റെ മഹത്വമുണ്ടെന്നും ഓരോ തൊഴിലും സമൂഹത്തിന് ആവശ്യമുണ്ടെന്നും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തർക്കും പുതിയൊരു പ്രഭാതവും പുതിയ മാസവും നൽകി അനുഗ്രഹിക്കുന്ന കർത്താവ്, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വണക്കമാസം ആഘോഷിക്കുന്ന ഈ മാസത്തിൽ പരിശുദ്ധ അമ്മ യൗസേപ്പിതാവിനോട് ചേർന്ന് നിന്നതുപോലെ ഞങ്ങളും ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബങ്ങൾ പോലെയാകുവാൻ വിശുദ്ധ യൗസേപ്പിൻ്റെ അധ്വാനവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹനവും നന്മയും കരുതലും ഒക്കെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മാസം ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ മാസം ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഓർത്ത് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇന്നേ ദിനത്തെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ രഹിതരായവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലിൻ്റെ മഹത്വം മനസ്സിലാകാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലസരായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ പുലർത്തുവാൻ അധ്വാനിക്കുന്നവരെ സമർപ്പിക്കുന്നു. എന്നാൽ ഒന്നും ചെയ്യാതെ അലസരായി കഴിയുന്ന കുടുംബനാഥന്മാരെയും സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഈ മെയ് മാസത്തിലെ ദിനത്തിൽ എല്ലാ തൊഴിലാളികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തൊഴിലിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. കാരുണ്യവാനായ കർത്താവെ, ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മാസത്തെ മുഴുവനായി എല്ലാ തൊഴിലാളികളെയും അങ്ങ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ തൊഴിലിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ ഇന്ന് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ തൊഴിലാളികൾക്കും അഭിവാദനങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിനം കർത്താവ് എല്ലാ അമ്മമാരെയും അപ്പന്മാരെയും എല്ലാ മക്കളെയും എല്ലാ തൊഴിലിടങ്ങളെയും തൊഴിലാളികളെയും തൊഴിൽ നൽകുന്നവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാനുഗ്രഹം നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.